Representing the Plamutral family, I have my cousin brother, Professor Thomas Matthew, who would like to share a few words at this particular occasion. He is here and ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുന്നു. വേദനയുടെ സന്ദർഭമാണ്. പ്രത്യേകിച്ച് ഞാനും പ്രിയ ബേബിയും സമപ്രായക്കാരാണ്. ചെറുപ്പം മുതൽ ഒന്നിച്ച് കളിച്ചു വളർന്നു. ദൈവം ഞങ്ങളെയും ഇത്രയും ദീർഘായുസ് ഒന്ന് അനുഗ്രഹമായി നടത്തി. ഓരോ സന്ദർഭങ്ങളാണ് കടന്നു പോകുന്നു. കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ ചെന്നാണ് ഞാൻ പ്രിയ സഹോദരിയുടെ ദേഹവാർത്തയും ആ സമയത്ത് കണ്ടെത്താൻ സാധിച്ചത്. എന്നാൽ അപ്പോൾ എൻ്റെ ചിന്തയിൽ കൂടെ കടന്നുപോയത് ഞങ്ങളുടെ തലമുറയിൽപ്പെട്ടവരെല്ലാം പ്രായമായി കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ പിതാക്കന്മാരെല്ലാം ദീർഘായുഷ്മാന്മാരായിരുന്നു. എൻ്റെ മൂത്ത അംഗങ്ങൾ മരിച്ചപ്പോൾ 98 വയസ്സോളം ഉണ്ടായിരുന്നു. രണ്ടാമത്തെ അംഗങ്ങൾ മരിച്ചപ്പോൾ 107 വയസ്സുണ്ടായിരുന്നു. എൻ്റെ പ്രിയ പിതാവ് മരിക്കുമ്പോഴോ 77 വയസ്സ്. അതിന് വളരെ മുമ്പ് തന്നെ എൻ്റെ മറ്റൊരംഗങ്ങൾ മരിച്ചു. കർത്താവിൽ പ്രസിദ്ധനായിരുന്ന ഹനോക്ക് സാറുകൾ, അദ്ദേഹം 1968 മരിച്ചു. അന്ന് അദ്ദേഹത്തിന് 68 വയസ്സേ പ്രായമുള്ളായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു പോയി, എനിക്ക് ഇപ്പോൾ 70 വയസ്സുണ്ട്. എന്നാൽ ഹനോക്ക് സാർ അവരുകൾ മരിക്കുമ്പോൾ 68 വയസ്സേ ഉള്ളെങ്കിലും 8 വർഷത്തിനു മുമ്പ് താൻ ശയ്യാവലംബിയായെങ്കിലും ആത്മീയരംഗത്ത് ഇന്നും അദ്ദേഹത്തിൻ്റെ പേരറിയാവുന്ന പ്രായമുള്ളവരുണ്ട്. എന്നോട് ഇന്നലെ എൻ്റെ ഒരു കസിൻ എന്നെ അവർക്ക് വിളിച്ച് ചോദിച്ചു, പിതാക്കന്മാരെ കുറിച്ച് നമുക്ക് നല്ല ഓർമ്മകളുണ്ട്, നമ്മളെക്കുറിച്ച് നമ്മുടെ മക്കൾ അങ്ങനെ പറയുമോ എന്ന് ചോദിച്ചു. അനുഗ്രഹീതമായ കുടുംബത്തിൽ ദൈവത്തിന് വേണ്ടി ഉന്നതമായി പ്രവർത്തിച്ച ശ്രേഷ്ഠരായ മാതാപിതാക്കളെ വളർത്തപ്പെടുവാൻ ഞങ്ങൾ ദൈവം സഹായിച്ചു. ആ പിതാക്കന്മാരെല്ലാം തന്നെ ദേശത്ത് ദൈവത്തിന് വേണ്ടി ആത്മാർത്ഥമായി ധീരതയോടുന്ന പടപൊരുതിയ ഉന്നതരായ പൂർവീരന്മാർ തന്നെയായിരുന്നു. ഞാനിവിടെ വന്നത് 84 മുതൽ വരുന്നെങ്കിലും 90 മുതലാണ് ഞാൻ ഇവിടെ താമസിക്കുന്നത്. അന്ന് ഞാൻ വന്ന് 2 വർഷത്തോളം എൻ്റെ തമ്മിലോട് താമസിച്ചു. അന്ന് പ്രിയ ബേബി ബെൻസലിലാണ് താമസിക്കുന്നത്. സമയം കിട്ടുമ്പോൾ 4 മണിക്ക് ജോലി കഴിഞ്ഞ് തമ്പി വരുമ്പോൾ ഞങ്ങൾ ഒരു കൂട്ടുകാരെ പോലെ ആയതുകൊണ്ട് എപ്പോഴും മിക്കവാറും ബെൻസലിലേക്ക് പോകും. വൈകുന്നേരം തമ്പിയും ബേബിയും സംസാരിക്കാൻ വളരെ ഇഷ്ടമുള്ളവരാണ്. എൻ്റെ കൂട്ടൂടെ കിട്ടിയപ്പോഴത്തേക്ക് തമ്പിക്ക് ഒരു ബലം കൂടെയായി.
അങ്ങനെ ഞങ്ങൾ സമയം ഇവിടെ ചിലവഴിക്കുമ്പോൾ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടുള്ള ഭക്ഷണം തയ്യാറാക്കി തന്നു ഓർക്കുന്നു. കഴിഞ്ഞ ദിവസം ഈ വാർത്ത എൻ്റെ മക്കളെ അറിയിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഞങ്ങൾ ആൻറ്റിയുടെ അവിടെ പോയി പല പ്രാവശ്യം ആഹാരം കഴിക്കുകയും പാർക്കുകയും ചെയ്തിട്ടുണ്ടെന്നുള്ള നല്ല വാർത്ത പറയുകയുണ്ടായി. നല്ല ഓർമ്മകൾ പ്രകാരമുണ്ട്. നമ്മൾ വായിക്കുന്നു, അവനവൻ ശരീരത്തിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ നാം ദൈവസ്ഥ നിൽക്കേണ്ടതാണ്. നമ്മുടെ ഗൗരവത്തിൽ നമ്മൾ നല്ലത് ചെയ്യും, തീയത് ചെയ്യും. തക്ക അതിന് പ്രതിഫലം അതനുസരിച്ചാണുള്ളത്. മനുഷ്യൻ്റെ പ്രകൃതമാണ് അത് ചെയ്യുക, മനുഷ്യൻ്റെ ജീവിതമാണ് ബുദ്ധിമുട്ടുണ്ടാക്കുക. എന്നാൽ ദൈവസ്ഥ അനുവദിച്ച് നാം പരിഹാരം കണ്ടെത്തേണ്ടതുണ്ട്. വർഷങ്ങൾക്ക് മുമ്പൊക്കെ നമ്മൾ ഇങ്ങനെ വീണ്ടും ആകാശത്തെയും ഭൂമിയെയും വിളിക്കുമെന്ന് പറയുമ്പോൾ നമുക്ക് വിശ്വാസം തോന്നത്തില്ലായിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ നമുക്ക് അത് വിശ്വസിക്കാവുന്ന പോലെ ആയിരിക്കുന്നു. കമ്പ്യൂട്ടറിൽ കയറിയൊരു ഭാഗം കണ്ടാൽ എവിടെയാണ് പോയതെന്നും എങ്ങനെയാണ് പോയതെന്നും കണ്ടുപിടിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. എല്ലാ കാര്യങ്ങളും എപ്പോഴും കണ്ടുപിടിക്കത്തക്ക നല്ല ആയി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഏറ്റവും നല്ല നിലയിൽ പോകുമ്പോൾ നമുക്ക് ദൈവത്തോടടുത്ത് ജീവിക്കാൻ മാത്രമേ കരുണ്യമായിട്ടുള്ളൂ. നമ്മുടെ മാതാപിതാക്കന്മാർ നമുക്ക് നല്ല മാതൃക നമുക്ക് പിന്തുടരാം. ആ മാതൃക അനുസരിച്ച് നമ്മുടെ പൈതങ്ങളെ വളർത്താം. ഈ സങ്കടത്തിലായിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരൻ ബേബിയെയും ജനിയെയും സ്വാമിനെയും അതുപോലെ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയെല്ലാം ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന വാക്കുകൊണ്ട് ഞാൻ വാക്ക് അവസാനിപ്പിക്കും. Thank you, baby, for reflecting on our parents and how they raised us in faith. And it was a good reminder that we generation raise our children also to be part of the kingdom of God. And our parents were very fortunate, and I hope that we can keep that legacy in our life to continue. Right now, I would appreciate if Pastor K.V. Kurula would be expressing condolence in the words. Praise the Lord. Praise the Lord. Though I walk through the valley of the shadow of the death, I will fear no evil, for you are with me. That's a familiar Bible verse from Psalm 23, verse 4. Darkness upon darkness, sorrow upon sorrow, pain upon pain, anguish upon anguish, that is death. So that's why, we all say that is death. The pain, agony, sorrow, everything. But when we see one scripture, Ecclesiastes, Sabha Prasangi, chapter 4, verse 2. Let me read that. Chapter 4, verse 2. Wherefore I praise the dead, which are already dead, more than the living, which are yet alive. Wherefore I praise the dead, which are already dead, more than the living, which are yet alive. ആകയാൽ ഇപ്പോൾ ജീവനോടിരിക്കുന്ന ജീവനുള്ളവരെക്കാൾ മുൻപേ തന്നെ മരിച്ചു പോയിരിക്കുന്ന മൃതന്മാരെ അല്ലെങ്കിൽ പ്രിയ സഹോദരിയെ ഞാൻ പ്രശംസിച്ചു. This is the verse from King Solomon. So here King Solomon congratulating the dead, for they are free from the old sorrows, pain, agony, oppression under the sun. It is easy for us to say that, but King Solomon very wisely congratulating the dead. But one thing,
Few minutes ago, one brother read one scripture from Thessalonians. 1 Thessalonians chapter 4, verse 15. For this we say unto you by the word of the Lord, that we which are alive and remain into the coming of the Lord shall not prevent them which are asleep. For the Lord himself shall descend from heaven with a shout, with the voice of the archangel, and with the trump of God, and the dead in Christ shall rise first. So, those who are dead in Christ, if we live in faith and if we die today, we will die in Christ. When Christ comes, there is no doubt we will caught up in heaven with the Lord and with all the other angels, archangels, millions of angels. That is our hope. Praise the Lord. So, death separates us for a time, only for a time. But Christ will unite us forever. Christ will unite us forever. That is our hope. So let us one more time dedicate our life for living for God. We don't know about tomorrow, about us. So if we die, we should die in Christ. In Christ. I would say the Old Testament saints, they don't have that privilege. So the New Testament believers, that we are the bride of the church. Hallelujah. So that's our hope. On behalf of the Maranatha Voice, we express our condolence and grievance to the bereaved family. May God bless you, brother. Thank you. Praise the Lord. We are coming to the close of our functions this evening, and a couple of more family members and friends are on their way, but we have time until 7:30, and we hopefully they will join us. Right now we have for this evening 2 more scripture portions made, and one portion would be read by Sam, who is a close friend of the family, baby Jenny and family, and they go to the church that is shepherded by Pastor Pete Webb, and I ask Sam to come and share the prayer, please. Now this I say, brethren, that flesh and blood cannot inherit the kingdom of God, nor does corruption inherit incorruption. Behold, I tell you a mystery. We shall not all sleep, but we shall all be changed in a moment, in the twinkling of an eye, at the last trumpet. For the trumpet will sound, and the dead will be raised incorruptible, and we shall be changed. For this corruptible must put on incorruption, and this mortal must put on immortality. So when this corruptible has put on incorruption, and this mortal has put on immortality, then shall be brought to pass the saying that it is written, death is swallowed up in victory. O death, where is your sting? O Hades, where is your victory? The sting of death is sin, and the strength of sin is the law. But thanks be to God, who gives us the victory through our Lord Jesus Christ. Therefore, my beloved brethren, be steadfast, immovable, always abounding in the work of the Lord, knowing that your labor is not in vain in the Lord. Amen. എന്റെ ഭാരം ചുമക്കുന്നവൻ യേശു, എന്നെ നന്നായി അറിയുന്നവൻ യേശു, എന്റെ ഭാരം ചുമക്കുന്നവൻ യേശു, എന്നെ നന്നായി അറിയുന്നവൻ യേശു, സുഖമുള്ള
We have our family friend and nephew and Thomas Abraham will share a few words. Thomas Mann. As I was trying to write down things to speak, my eyes started to water up. Tears started to flow in my eyes. So I wanted to borrow words from my granddad. Molly was a kind soul. She was a perfect daughter. She took absolute best care of her parents. My great-granddad had a health issue for which medication was not available in India. And Molly Amachi provided for the lack of by getting medication from Canada at that time when transportation was not available and mail and courier were not the brightest option. She had a heart to serve, and from there on she went on to become one of the finest nurses that the land of India has ever seen, along with her late sister Elizabeth Mammon. Friends and family, just take a minute to remember Molly Andy. If you do recall her correctly, I can guarantee you always will remember her with a smile on her face. She has always had an ability to walk into any room and brighten its atmosphere with her presence, simply her being there. I only met Amachi a couple of times, but her love and her care has always been evident to us and the family. The world indeed did become a darker place on November 5th when Molly Andy passed away. I just want to read one verse from scriptures. In Romans chapter 8 verse 35 it says, "Who shall separate us from the love of Christ? Shall tribulation, shall distress, persecution, or famine, or nakedness, or peril, or sword? For it's written, for your sake we are killed all day long. We are counted as sheep for slaughter. Yet in all these things we are more than conquerors through him who loved us. For I am persuaded that neither death, nor life, nor angel, nor principality, nor power, nor things present or things to come, nor height or depth, nor any other things created shall be able to separate us from the love of God, which is in Jesus Christ our Lord." I have this faith that when she passed away, onto the other shore, the glorious one, a Savior was waiting there for her, and he embraced her with love and affection that he laid down for us at the cross 2,000 years ago. And he calls us, "Child, come. You have ran the fight, you have ran the race, and you have fought the good fight. You have kept the faith." That is what God is asking of all of us. That's what Molly Amachi was an example of. Just want to extend my condolences of my grandfather, Thomas Mammon, condolences from my dad, Pastor Aviti Mammon. Both of them could not be present at this hour because they're in India on mission trips, and they couldn't reach here on time. Molly Amachi was my dad's favorite aunt. He'll miss her, and we all will miss her. Just want to thank the family, and I hope God sends His Holy Spirit upon you all and give you the comfort that you need right now. Thank you, Thomas Mammon. Thank you for the beautiful message. We are coming to the close, and we have one more of our close friend of the family. He's here right now. He arrived a few minutes ago, and he's Louis Chicago, and he will express his condolences, and then the choir will sing a song, and the final message for this evening would be given by Reverend Joseph K. Joseph, who is the pastor of International Pentecostal Assembly here. He is a family friend here, and after that Pastor Pete Webb would be closing it for the general viewing, and we will have private time for the family. Please.
greetings to you all. As we know, birth and death is part of the life. But my early teenage life, I came in across ഞങ്ങളുടെ പ്രിയപ്പെട്ട റിസർച്ച് ചാനലിൽ ബേജൻ. He showed me a pinch of salt on love. That brought me to this evening. What is left here? Many before me spoke. Priya Handy left with a pinch of salt by serving, caring, treating, whatever came across her life, she did it with humble heart. As we evaluate ourselves today, we are leaving a pinch of salt on other people's life. That make a big difference when our time to go. Those who are come before us and passed before us, they left God's love. What unites us here is Christ's love, and I convey our MS family condolence to Priya Sajjan family. And after many years, I came across a Sunday service in our church. Therefore, I want to convey Evangel Church condolence to at this time. God bless you all. Thank you.